പാലക്കാട് നിന്നും തെക്കുമാറി 12 കിലോമീറ്റർ അകലെയാണ് തുകൽ വാദ്യോപകരണങ്ങളുടെ നിർമ്മാണ കലവറയായ പെരുവമ്പ് എന്ന ഗ്രാമം. പരമ്പരാഗതമായി നിലനിന്നു പോരുന്ന തനത് കലകളും കൈത്തൊഴിലുകളും പഴമ നഷ്ടപ്പെടാതെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിൽ ഈ ഗ്രാമീണ ജനത ഏറെ ശ്രദ്ധിക്കുന്നു. കടയർ വിഭാഗത്തിൽപ്പെടുന്ന 20ഓളം കുടുംബങ്ങളാണ് തബല, മൃദംഗം, മദ്ദളം തുടങ്ങിയ വാദ്യോപകരണങ്ങളുടെ നിർമ്മാണത്തിലൂടെ ജനശ്രദ്ധയെ പെരുവമ്പിലേക്ക് ആകർഷിക്കുന്നത്. പെരുവമ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ നാദശുദ്ധിയും ക്വാളിറ്റിയും. അതുകൊണ്ടാണ് പെരുവമ്പ് അന്യദേശം എന്ന് പറയാൻ ഇന്ത്യക്ക് പുറത്തുനിന്ന് പെരുവമ്പിനെ അന്വേഷിച്ച് വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർ. അത് അങ്ങനെ 1-2 ആൾക്കാർ വന്നതുകൊണ്ട് നമുക്ക് ജീവിതമാർഗ്ഗമാകുന്നില്ല. എന്നിരുന്നാലും ആ ക്വാളിറ്റിയാണ് ഈ പെരുവമ്പിനെ അന്വേഷിച്ച് വരാനുള്ള ഒരു സാഹചര്യം. അത് ഈ തനതായ രീതിയിൽ ഞങ്ങൾ ജോലിയെടുക്കുന്നതുകൊണ്ടാണ്. ഈ മൃദംഗം തബലയൊക്കെ വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള മൃദംഗം, തബല, ഗഞ്ചിറ അതൊക്കെ അവരാണ് വർഷങ്ങളായിട്ട് നിർമ്മിച്ചു തരുന്നത്. അതിൻ്റെ നിർമ്മാണത്തിലെ അവരുടെ ഒരേ ഘട്ടത്തിലും അവർ തോല് ട്രീറ്റ് ചെയ്ത് തുടങ്ങി വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടാണ്. വളരെ കൃത്യതയോട് മറ്റ് സ്ഥലങ്ങളിലെ നിർമ്മാണത്തിനേക്കാൾ ഉപരി വളരെ പ്രാഗൽഭ്യവും നിരവധി വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആൾക്കാരാണ് ആ മൃദംഗം തബല അവിടെ നിർമ്മിക്കുന്നത്. ഞങ്ങളുടെ പൂർവികമായിട്ടുള്ള തൊഴിലാണ്. അച്ഛൻ്റെ കാലത്തുള്ളൂ. അച്ഛൻ എനിക്ക് വഴക്കി തന്നു. അതേ തൊഴിൽ ഞാൻ എൻ്റെ മക്കൾക്ക് വഴക്കി കൊടുക്കും. ഞാൻ ഇവിടെ പാരമ്പര്യമായിട്ടുള്ള തൊഴിലെടുക്കുന്നത് കൊണ്ട് നമ്മൾ കച്ചവട രീതിയിലല്ല, നാടൻ രീതിയിലുള്ള നല്ലവണ്ണം അത് നല്ല രീതിയിലേക്ക് ചെയ്തു കൊടുക്കണം. എന്നാലല്ലേ നിങ്ങൾ ഇന്ന് വരുന്നാൾ നാളെ വരുള്ളൂ. ഒരിക്കൽ കേട് വന്ന് പോയി പറഞ്ഞാൽ പിന്നെ വരില്ല. അതേമാതിരി വൃത്തിയായിട്ട് ചെയ്തു കൊടുക്കും. കടയിലതല്ല, അവരുടെ അടുത്ത് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് താഴത്തിറങ്ങിയാൽ അവരുടെ ഗ്യാരണ്ടി കഴിഞ്ഞു. നമ്മളതല്ല, അതിൽ വല്ല തകരാറുണ്ട് പറഞ്ഞാൽ വേറെ മാറ്റി. പാരമ്പര്യ തൊഴിലായി അഭ്യസിക്കുകയും തനിമ നഷ്ടപ്പെടാതെ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്ന കുലത്തൊഴിലാണ് കടയർ വിഭാഗത്തിന് തുകൽ വാദ്യങ്ങളുടെ നിർമ്മാണം. മാർക്കറ്റിൽ നിന്നും ശേഖരിക്കുന്ന തുകൽ ഉണക്കിയെടുക്കുന്നത് മുതൽ തുടങ്ങുകയാണ് ശ്രമകരമായ നിർമ്മാണ പ്രവൃത്തികൾ. പുലർച്ചെ 4:30 മണിക്ക് അടിച്ചിട്ട് സൈക്കിളിൽ ഞാൻ പോയിട്ട് മാർക്കറ്റിൽ പോയി ഇറച്ചിയും പേടിയിൽ പോയിട്ട് ഒരു വിലക്കെട്ടി
തുച്ഛം വില കെട്ടിയിട്ട് എടുത്തിട്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് ഫ്രഷായിട്ട് കൊണ്ടുവന്ന് എൻ്റെ പറമ്പിൽ തന്നെ വെച്ച് കുറ്റിക്ക് വെച്ച് ആണി വെച്ച് അടിക്കും. ഇതിപ്പോൾ ഫസ്റ്റ് ഫ്രഷ് തോല് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പച്ചക്കിട്ട് അത് കുറ്റിക്ക് അടിക്കുമ്പോൾ തന്നെ സുമാർ ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ വേണം. ഒരു തോല് തറച്ച് കഴിയുമ്പോഴേക്കും 4 മണിക്കൂർ ഏകദേശം അത് വന്ന് പിന്നെ അതിൻ്റെ വേസ്റ്റൊക്കെ അരിഞ്ഞ് ഇതുപോലെ തന്നെ ചാക്കിൽ എന്തെങ്കിലും കെട്ടി അടച്ചു വയ്ക്കും. 1, 2, 3 തോലുണ്ടെങ്കിൽ രാവിലെ 6:30 തുടങ്ങിയാൽ ഒരു 6 മണിയൊക്കെ ആവും. ആട്, പോത്ത്, പശു തുടങ്ങിയ മൃഗങ്ങളുടെ തുകലാണ് സാധാരണയായി ഇവർ വാദ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. 3 ദിവസം വെയിലിൽ ഉണക്കിയെടുക്കുന്ന തുകൽ മഴക്കാലത്തേക്ക് കൂടി ഇവർ കരുതി വയ്ക്കുന്നു. വാദ്യോപകരണങ്ങൾക്കനുസരിച്ച് തുകൽ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ സമർത്ഥരാണ് ഈ തൊഴിലാളികൾ. നിർമ്മാണത്തിലെ പാകപ്പിഴകൾ അപശ്രുതി പുറപ്പെടുവിക്കാതിരിക്കാൻ ഓരോ ഘട്ടത്തിലും ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. കൃത്യമായ അളവിൽ മുറിച്ച് പിന്നിയെടുക്കുന്ന തുകൽ അടുക്കുകളായി പാകപ്പെടുത്തിയ തടിയിൽ ചേർത്ത് പിന്നെയാണ് ഉപകരണങ്ങൾ തയ്യാറാക്കുന്നത്. കേവലം ഉപജീവനത്തിന് മാത്രമുള്ള തൊഴിലായല്ല ഇവർ ഇന്ന് മുൻപോട്ട് ചുവടുവയ്ക്കുന്നത്. മറിച്ച് കാരണവന്മാർ പഠിപ്പിച്ചു തന്ന കുലത്തൊഴിലിൻ്റെ വേരറ്റു പോകാത്ത തനത് സംസ്കാരം കൂടിയാണ്. മരം കടയുന്നതൊഴിച്ച് എല്ലാ ജോലികളും തങ്ങളുടെ കൈക്കരുത്തിൽ ഇവർ രൂപപ്പെടുത്തുന്നു. നീളമുള്ള ഉളികൾ ഉപയോഗിച്ച് ദിവസങ്ങളോളമുള്ള കഠിനാധ്വാനത്തിലൂടെയാണ് വാദ്യങ്ങൾക്കായുള്ള മരക്കുറ്റി തയ്യാറാക്കുന്നത്. പ്ലാവ്, കണിക്കൊന്ന, വേപ്പ് തുടങ്ങിയ തടികളാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഇവർ സാധാരണ ഉപയോഗിക്കുന്നത്. തബല മുറുക്കുന്നതിനായി തുകൽപ്പട്ടകളും ഇവർ പ്രത്യേകം രൂപപ്പെടുത്തിയെടുക്കുന്നു. കൃത്യതയോടും ക്ഷമയോടുകൂടെയുമുള്ള പ്രവർത്തനമാണ് വാദ്യോപകരണങ്ങൾ മികവുറ്റതാക്കാൻ ഇവരെ സഹായിക്കുന്നത്. അനേക വർഷം മണ്ണിൽ കിടന്ന് രൂപപ്പെടുന്ന പുരാണകീടം എന്ന പ്രത്യേക ഇനം കല്ലാണ് മഷിയിടുന്നതിനായി ഇവർ തരപ്പെടുത്തിയെടുക്കുന്നത്. വളരെ കടുപ്പമേറിയ ഈ കല്ലുകൾ ശേഖരിച്ച് ഉരലിൽ പൊടി